ഹായ്, Node.js സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സഞ്ജയ്. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് Node.jsഉം ജാവാസ്ക്രിപ്റ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ Node.js അതിനെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ Node.js എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു റൺ ടൈം എൻവയോൺമെൻറ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോസിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ Node.js is an open source cross platform JavaScript runtime environment that allows developers to execute JavaScript code outside of the വെബ് ബ്രൗസർ. ഇതെന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. ഇറ്റ്സ് ബിൽഡ് ഓൺ V8 ജാവാസ്ക്രിപ്റ്റ് എൻജിൻ. V8 എന്ന് പറഞ്ഞ എൻജിൻ വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് ദ സെയിം എൻജിൻ ദാറ്റ് പവേഴ്സ് ഗൂഗിൾ ക്രോം. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മേലേക്ക് നോക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഡെഫിനേഷൻ ഒന്നും കണ്ടാരും പേടിക്കൊന്നും വേണ്ട, ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ഉള്ള സംഭവമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നോർമൽ ക്രോം എടുത്തിട്ട് അതിൽ നമുക്ക് ഇൻസ്പെക്റ്റ് അടിക്കാം. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റ് അടിച്ചിട്ട് നമ്മൾ കൺസോളിൽ പോകും. നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൽ ഓൾറെഡി പഠിച്ചതാണ്. ആൻഡ് നമ്മുടെ നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഇതുപോലെ കൺസോളിലാണ് റൺ ആവുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ Node.jsഉം ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന സംഭവം റൺ ചെയ്യുന്നത് ആക്ച്വലി V8 എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ ഇതിലാണ്. അതായത് ക്രോം റൺ ചെയ്യുന്നത് V8 എൻജിൻ എന്ന് പറഞ്ഞൊരു എൻജിനിലാണ്. ഓക്കെ, അപ്പോൾ ഈ സെയിം സംഭവം വെച്ചാണ് നമ്മുടെ Node.jsഉം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. Node.jsഉം ജാവാസ്ക്രിപ്റ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫോർ ലൂപ്പ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ബ്രൗസർ കൺസോളിൽ നമ്മൾ എഴുതുവാണ്. ഓക്കെ, ബ്രൗസറിൻ്റെ കൺസോളിൽ ഞാൻ ഒരു ഫോർ ലൂപ്പ് എഴുതുവാണ്. 1 തൊട്ട് 20 വരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാനുള്ളൊരു ഫോർ ലൂപ്പാണ്. 1 തൊട്ട് 19 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഒരു അലേർട്ട് ഇട്ട് നമ്മൾ ആദ്യം അസൈൻ ചെയ്ത ഹായ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. അവിടെ നമുക്കൊരു അലേർട്ട് കിട്ടി. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. ആൻഡ് നമുക്ക് വേറൊരു അലേർട്ടും കൂടി നോക്കാം. അപ്പോൾ അവിടെ അലേർട്ട് കിട്ടി. ഈ അലേർട്ട് എന്ന് പറയുന്ന സംഭവം ഡോം മാനിപ്പുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതായത് ബ്രൗസറിൽ മാത്രം വർക്കാവുന്ന കുറച്ച് സാധനങ്ങളാണ് ഈ അലേർട്ട് എന്ന് പറയുന്ന സംഭവം. അത് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാട്ടിത്തരാം. ഓക്കെ, നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ കോഡ് എഴുതാം. അതായത് ഒരു ഫയൽ പോലെ നമുക്ക് ബ്രൗസറിൻ്റെ അകത്ത് തന്നെ സോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫയൽ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് എന്തിനാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് അടിക്കുന്നുണ്ടാവും. ആൻഡ് Node.js ഈസ് ജാവാസ്ക്രിപ്റ്റ് ഗൈസ്. ഓക്കെ, Node.jsഉം ജാവാസ്ക്രിപ്റ്റും സെയിം ആണ്, ബട്ട് ഞാൻ നിങ്ങൾക്ക് ഡിഫറൻസ് ഇനി വരുന്നത് കാട്ടിത്തരാം. അതായത് നമ്മളിവിടെ ടെർമിനൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള ടെർമിനലാണിത്. ആൻഡ് ഞാനിവിടെ നമ്മൾ നേരത്തെ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്ത സെയിം സംഭവം ചെയ്യാണ്. ആൻഡ് വാർ ഹൈ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ പ്രിൻ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഹൈ പ്രിൻ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ 1 ആൻസർ കിട്ടും, സെയിം ജാവാസ്ക്രിപ്റ്റ് തന്നെ. ഓക്കെ, ഇനി നമുക്കൊരു ഫോർ ലൂപ്പ് എഴുതി നോക്കാം. ഫോർ ഐ ഈസ് ഈക്വൽ ടു 0. ആ ഫോർ ലൂപ്പ് മൊത്തം നമ്മൾ എഴുതി നോക്കുവാണ്. ആൻഡ് ഇറ്റ് വിൽ വർക്ക് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Node.js സെയിം ആസ് ജാവാസ്ക്രിപ്റ്റ് ആണ്. ആൻഡ് അതൊരു ബ്രൗസറിൻ്റെ ഉള്ളിൽ റണ്ണാവുന്നതും ഇത് ടെർമിനലിൻ്റെ ഉള്ളിൽ റണ്ണാവുന്നതും. ഈ ഡിഫറൻസ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. ആൻഡ് നമ്മളിവിടെ ഫോർ ലൂപ്പ് കൂടെ റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുവാണ്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു അലേർട്ട് ചെയ്യിപ്പിച്ച് നോക്കാം. എവിടെ അലേർട്ട് ആവുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ അലേർട്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഹായ് കൊടുക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ. ഇതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഡോമിലുള്ള സംഭവങ്ങളൊന്നും നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ടെർമിനലിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് Node.js തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ബോത്ത് ആർ സെയിം, ബട്ട് Node.js എന്ന് പറഞ്ഞാൽ ഒരു റൺ ടൈം എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, അതായത് ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിൻ്റെ കൺസോളിലാണ് റണ്ണാവുന്നത്. എന്നാൽ നമ്മുടെ Node.js റണ്ണാവുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ടെർമിനലിലാണ്. ഓക്കെ, ടെർമിനൽ ആക്സസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആക്സസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ടെർമിനലിൽ വെച്ച് കുറേ കാര്യങ്ങൾ നമുക്കിനി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ടെർമിനലിലാണ് Node.js റണ്ണാവുന്നത്. ഇതാണ് മെയിൻലി. ഇത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് Node.jsഉം ജാവാസ്ക്രിപ്റ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് മനസ്സിലായി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി ഇത് റണ്ണാവുന്നത് V8 എൻജിൻ എന്ന് പറഞ്ഞ എൻജിനാണ്. കാറിൻ്റെ എൻജിനല്ല, V8 എൻജിൻ. അത് ക്രോമിൻ്റെ എൻജിനാണ്. ക്രോം വർക്കാവുന്നത് ഒരു സെറ്റ് ഓഫ് കോഡ് വഴിയാണ്, C++ കോഡ് വഴിയാണ് നമ്മുടെ ക്രോം വർക്കാവുന്നത്. ആൻഡ് ഈ കോഡിനെ കൺവേർട്ട് ചെയ്യുന്ന ആളാണ്, ജാവാസ്ക്രിപ്റ്റ് കോഡിനെ റൺ ചെയ്യിപ്പിക്കുന്ന ആളാണ് ഈ V8 എൻജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സംഭവങ്ങൾ. ഈ V8 എൻജിൻ നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ്, അതായത് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോഴാണ് Node.js വർക്കാവുന്നത്. ഇത് മാത്രം ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് ഈ Node.js എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, Node.js ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്രൗസറിൽ പോയിട്ട് Node.js ഡൗൺലോഡ് അടിച്ചു കൊടുക്കാം. ഓക്കെ, Node.js ഡൗൺലോഡ് അടിക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന സൈറ്റ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൽ, മാക്ക് ആണെങ്കിൽ മാക്ക്, ലിനക്സ് ആണെങ്കിൽ ലിനക്സ്. ഓക്കെ, നിങ്ങളുടെ സിസ്റ്റം ഏതാണോ നിങ്ങളുടെ വോയിസിനനുസരിച്ച് ഉള്ളത് സെലക്ട് ചെയ്യുക. മാക്കിലും ലിനക്സിലാണെങ്കിൽ ജസ്റ്റ് ടെർമിനലിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും Node.js. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ വിൻഡോസ് ആയതുകൊണ്ട് തന്നെ
നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ലേറ്റസ്റ്റ് വേർഷനാണ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ പ്രൊഡക്ഷൻ പർപ്പസിനാണെങ്കിൽ ഒരിക്കലും ലേറ്റസ്റ്റ് വേർഷൻ സെലക്ട് ചെയ്യരുത്, മറ്റേ റെക്കമെൻഡ് വേർഷൻ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ജസ്റ്റ് ഇൻസ്റ്റാൾ അടിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ എടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ആ സെറ്റപ്പ് എടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലവർക്ക് വർക്ക് ആവാണ്ട് വരും. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് ഈ വീഡിയോയിൽ മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്ത് വേരിയബിൾ മര്യാദയ്ക്ക് സെറ്റ് ചെയ്യാണ്ടായിരിക്കും. അത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആയില്ലെങ്കിൽ അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മര്യാദയ്ക്ക് ഇൻസ്റ്റാൾ ആവാത്തവർക്കൊരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്ത് വേരിയബിൾ മര്യാദയ്ക്ക് സെറ്റ് ആവാത്തതാണ്. അതാണ് ഞാൻ ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അതിനെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോയെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ വിൻഡോസ് ലെവലിലാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെർമിനൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ചിൽ പോയിട്ട് ടെർമിനലിന് അടിച്ചു കൊടുത്ത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ CMD എന്ന് അടിച്ചാലും കിട്ടും. ഓക്കെ, ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ Node വേർഷൻ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നോഡിൻ്റെ വേർഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, എനിക്കിവിടെ കിട്ടുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റെപ്പ് പറഞ്ഞുതരാം. അതുപോലെ തന്നെ NPM നോക്കാം. NPM വേർഷൻ കൂടി നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ സംഭവം കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിളിൽ കൊണ്ട് സെറ്റ് ചെയ്യണ ഒരു പരിപാടി ചെയ്യാണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ NPM ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഈ രണ്ട് നോഡ് പാക്കേജ് മാനേജറും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ Node.js ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് NPM ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മൈ കമ്പ്യൂട്ടറിൽ പോകാം. അതിനുശേഷം നമ്മുടെ നിങ്ങൾ എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്തത് Node.js ഇൻസ്റ്റാൾ ചെയ്ത പാത്തിലേക്ക് പോവുക. ആൻഡ് നമുക്കിവിടെ Node.jsൻ്റെ ആ ഒരു ഫയൽ കാണാനുണ്ടല്ലേ, അത് നമുക്ക് വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ എവിടെ വേണമെങ്കിലും റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്ത് വയ്ക്കണം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാത്ത് നമ്മൾ കോപ്പി ചെയ്ത് എൻവയോൺമെൻറ്റ് വേരിയബിളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക എന്നുള്ള പണിയാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഈ മുകളിലാണ് ആ പാത്ത് ജസ്റ്റ് കോപ്പി ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് Node.js ഏതൊരു ഫോൾഡറിൽ വെച്ച് ഓപ്പൺ ചെയ്യാനാണ് ഈ എൻവയോൺമെൻറ്റ് വേരിയബിൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻവയോൺമെൻറ്റ് വേരിയബിളിൽ നിന്ന് സെർച്ചിൽ മേടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അതിൽ ഇവിടെ പാത്ത് എന്ന് പറഞ്ഞ സംഭവം കാണാൻ പറ്റും. അടിയിൽ പാത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇവിടെ കിടക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരുന്നതായിരിക്കും. വന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാനുവലി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്തത്, അതായത് എന്താണ് Node.js എന്ന് കവർ ചെയ്തു. അതുപോലെ തന്നെ Node.jsഉം JavaScript തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് നമ്മൾ നോക്കി. അതുപോലെ Node.js എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കി. ഇനി വരും വീഡിയോസ് നമ്മൾ Node.jsനെ കുറച്ചുകൂടി അടുത്തറിയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക. ഓക്കെ.